മരിക്കുന്നെങ്കിൽ എന്റെ കാരണക്കാരാരാ? മറ്റുള്ള അറബി ലോകങ്ങളാണ്. ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്, ഇഷ്ടംപോലെ തിന്നാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് ഈ ലക്ഷക്കണക്കിന് രൂപകൾ ബോംബിന് വേണ്ടിയും മിസൈലിന് വേണ്ടിയും മാറ്റിവെക്കുകയല്ലേ. അമേരിക്കക്കാർക്ക് നമ്മുടെ അറബികൾ കൊടുത്ത 35 ലക്ഷം കോടി ഡോളർ, 35 ലക്ഷം കോടി. 35 ലക്ഷം രൂപ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയ കാര്യമാണ്. പിന്നെ 35 ലക്ഷം കോടി എന്ന് പറയുമ്പം എവിടെയായിരിക്കും? എത്ര ടോറസ് വേണം അത് നിറയ്ക്കാൻ സംഭവം? ഇത് കൊടുത്തിട്ടാണ് ലോക പോലീസിനെ പോലും അറബികൾ സ്വീകരിക്കുന്നത്, അവരെ സന്തോഷിപ്പിച്ചു വിടുന്നത്. അപ്പൊ ഈ അറബികൾക്ക് സോമാലിയയിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, ലോകത്ത് എവിടെയെല്ലാം ദാരിദ്ര്യത്തിൽപ്പെട്ട് കിടക്കുന്നവരാവട്ടെ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ് അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടില്ലേ? ഇനിയും എത്രയോ ഖനികൾ, സ്വർണത്തിന്റെ അതേപോലെ എണ്ണയുടെ എല്ലാ ശേഖരങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അറബി ലോകങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവർ എത്തിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാത്ത അല്ലാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പട്ടിണിയാണ് എന്നൊരിക്കലും പറയാൻ പറ്റൂല. പിടിച്ചു വെക്കുകയാണത് കൊടുക്കാതെ. അത് ളുൽമാണത്, അത് ളുൽമാണത്. അപ്പൊ ഒരുത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ഖിനെ പിടിച്ചു വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് കൊടുക്കാനുള്ള റിസ്ക് പിടിച്ചു വെക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതിനിപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ആ ദുആയെ നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. രണ്ടാമത്തെ ദുആ ഇതാണ്: എന്റെ മക്കളെ, എന്റെ ഉമ്മത്തികളെ ദാരിദ്ര്യത്തിൽ പെടുത്തി കൊന്നുകളയല്ല ഇവിടെ. ഇല്ല മുഹമ്മദ്, ഒരിക്കലും ഞാൻ ചെയ്യൂല. എന്റെ ഉമ്മത്തിനെ നീ യോജിപ്പിക്കണേ അല്ല മുഹമ്മദ്, അത് നീ ചോദിക്കണ്ട, നടക്കൂല. അത് നീ ചോദിക്കണ്ട, നടക്കൂല. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മളൊന്നും ഐക്യപ്പെടാത്തത്. മനസ്സിലായില്ലേ? എന്തെല്ലാം മസ്ലഹത്ത് ഉണ്ടാക്കി വെച്ചാലും, എന്തെല്ലാം രീതി ഉണ്ടാക്കി വെച്ചാലും, ഏത് ഖാദിയാർ വന്നാലും, ഏത് ഷേഖ് വന്നാലും, ഏത് ഒലി ഇറങ്ങി വന്നാലും, ഏത് പ്രവാചകൻ വന്നാലും നമ്മൾ തമ്മിൽ യോജിക്കാത്തത്. ഇവിടെ ഇരുന്ന് യോജിക്കും, ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും യാ അല്ലാഹ് ഖലാസ് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്ന് നമ്മുടെ കസേരയുടെ ചുറ്റും ഇരുന്നിട്ട് എല്ലാം ഓക്കെ പറയും, ലൈക്ക് അടിക്കും, ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞതുപോലെ അതിനകത്ത് തന്നെ ഒരു ജൂദാസ് കാണും. ഇങ്ങനെയൊക്കെയാണ് തീരുമാനം കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ മെല്ലെ മെസ്സേജ് മറ്റവന് ഇട്ട് കൊടുക്കും. ആരും ഇത് അറിയരുത്, നമ്മളിന്ന് കൂടിയ കമ്മിറ്റി ആരും അറിയരുതെന്ന് പറയാം. ഇവൻ ഇറങ്ങി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ അത് വ്യാപിക്കും. അതുകൊണ്ട് യോജിക്കൂല, അതിനുവേണ്ടി പണിയെടുക്കുകയും വേണ്ട. യോജിക്കൂല. എവിടെ യോജിക്കാനാണ്? യോജിച്ച ചരിത്രം അവിടെയുണ്ടോ? നിങ്ങളത് പറയും. ഒരു ഭാര്യയും ഭർത്താവിനെ യോജിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ 9 വർഷമായിട്ട് പണിയെടുക്കുകയാണ്. ഇതുവരെയ്ക്ക് അത് നടക്കുന്നില്ല. ഓരോ മഹല്ലുകളിലും പോയി പരിശോധിച്ച് നോക്കി. ഓരോ മഹല്ലുകളിലും കിടക്കുന്ന കേസുകൾ, ഡിവോഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ മസ്ലഹത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്? പല കമ്മിറ്റിയിലും പല പള്ളിയിലും ഞാൻ ജോലി ചെയ്താണ്. കസേര ഒടിഞ്ഞിട്ടുള്ളതല്ലാതെ, ചായയും ബിസ്ക്കറ്റും വെറുതെ കാലിയായിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ അവർ യോജിച്ച ചരിത്രം നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. യോജിച്ചാൽ തുലോം തുച്ഛം. 2 ആഴ്ച കഴിയുമ്പോൾ പ്രസിഡന്റ് വിളി വരും, കാക്ക പിന്നെ അടി തുടങ്ങി അയാള്, എന്തോ ചെയ്യണം? ഇന്നലെ വരെ സാധാ മിസൈലായിരുന്നു, ഇപ്പം അയൺ ഡോൺ അടിച്ചോണ്ടിരിക്കുന്നത്, ഇപ്പൊ എന്ത് ചെയ്യണം ചോദിക്കും. പരിഹാരം വല്ലതും ഉണ്ടോ? അവിടെ ഇന്നലെ അവൻ ഇവിടെ ചിരിച്ചും കളിച്ചൊക്കെ ബിസ്ക്കറ്റും ചായയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അതൊക്കെ സംഭവം തന്നെയാണ്. ഇപ്പൊ എന്നെ പിഴിഞ്ഞ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് അവൻ. എന്താ പരിഹാരം ഉണ്ടോ? ഇത് യോജിക്കൂല അബീവേ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ദുആയ്ക്ക് അല്ലാഹു കൊടുത്ത മറുപടിയാണ്. ഇതുകൊണ്ടല്ല ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത്. 57 രാഷ്ട്രങ്ങൾ, നമ്മുടെ 57 ലോക ചരിത്രത്തിൽ മുസൽമാൻ 57 രാജ്യങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രം എന്നൊരിക്കലും പറയരുത്. ഇസ്ലാമിക രാഷ്ട്രമല്ല ഇതൊന്നും. മുസ്ലിമീങ്ങൾ ഭരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഇസ്ലാമിക രാഷ്ട്രം വേറെ, മുസ്ലിം രാജ്യം വേറെ. മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം എന്നായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. അതാദ്യം ചിന്തിച്ചോളി. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കൗമുകൾ തന്നെയാണ്. നമുക്കിപ്പോ ഇന്ത്യ രാജ്യത്ത് നിന്ന് ദീനൊക്കെ പരസ്യമായിട്ട് പറയാം. എന്നാൽ ഈ പറയപ്പെടുന്ന 57 രാജ്യങ്ങളിൽ പോയി നിന്നിട്ട് ഇതേപോലെ മെമ്പറിൽ മെഹ്റാബിൽ നിന്നിട്ട് പരിശുദ്ധമായ ദീൻ നമുക്ക് പരസ്യമായിട്ട് പറയാനുള്ള അവകാശമില്ല. ദീൻ പറയാനുള്ള അവകാശമില്ല, ഖുർആൻ പറയാനുള്ള അവകാശമില്ല, ഹദീസ് പറയാനുള്ള അവകാശമില്ല. അവർ എഴുതി തരുന്നത്, അവർ പറയുന്നത് മാത്രമല്ലാത്തത് കണ്ട് ദീനിനെ പച്ചയായിട്ട് തുറന്ന പുസ്തകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂല. ലോകം 57 രാഷ്ട്രമാണ്. ലോകം ഇന്ന് മുസൽമാന്റെ കൈകളിലാണെന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കിവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം പോലെ ഇല്ല. നമുക്ക് ദീൻ പറയാൻ പറ്റൂല. എവിടെയെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ മുസ്ലിയാരെ കാണൂല, മെമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം, പിന്നെ ആളെ എങ്ങോട്ട് പോകുന്ന പോലും അറിയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ യോജിപ്പിച്ചൊരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും പ്രതീക്ഷിക്കേ വേണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി നീ എടുക്കുക, അത്രേ ഉള്ളൂ. അതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. അപ്പൊ ആ കാലഘട്ടത്തിലെ മലക്കറിയാം നമ്മൾ കുഴപ്പക്കാരാണെന്ന്.
മനുഷ്യന്മാര് കുഴപ്പക്കാരാണെന്നും മലക്കുകാരെ അല്ല എന്തിനാ ഈ കുഴപ്പക്കാരെ നീ ദുനിയാവിൽ സൃഷ്ടിക്കുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ചത് അതജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഞങ്ങളില്ലേ നിനക്ക് ആരാധിക്കാൻ, ഞങ്ങളില്ലേ നിന്നെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ, ഞങ്ങളില്ലേ നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും, പിന്നെ എന്തിനാണ് ഈ പ്രശ്നക്കാരെ കൊണ്ടുവരുന്നത്? അപ്പൊ മനുഷ്യകുലത്തെ അള്ളാഹുവിന്റെ മലക്കുകളും ലോകവും ചിത്രീകരിച്ചെന്താ ഫസാദിന്റെ അഹരികാരാണെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് കുഴപ്പമുണ്ടാക്കാൻ അവർക്ക് കൊടുക്കുന്ന പ്രചോദനം എന്താണ്? അധികാരമാണ്, സമ്പത്തിന്റെ വിശാലതയാണ് ഒരാളെ കുഴപ്പക്കാരനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. സമ്പത്തും അധികാരമില്ലാത്തവൻ ഒരിക്കലും കുഴപ്പമുണ്ടാക്കൂല. ഉണ്ടാക്കുമോ എവിടെങ്കിലും? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും. പറയുന്നൊരു വാക്കാണ്. എന്റെ പിന്നിൽ അണികളുണ്ട്, എന്റെ പിന്നിൽ 10,000ങ്ങളുണ്ട്, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്തുള്ള സാമ്പത്തികമായ കഴിവും എനിക്കുണ്ട് എങ്കിൽ അവൻ പറയുന്നതിനാണ് അവിടെ വിലയുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മൽ ഫഖ്റു അഖ്ശാ അലൈക്കും. സാമ്പത്തികമായി നിങ്ങൾ വളരെ പിന്നോക്കമാകുന്നതിനെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. സാമ്പത്തികമായി നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങൾ പാവപ്പെട്ടവരാണ്, പട്ടിണിയാണ്, ഒരിക്കലും ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും കമാ ബുസിതത് മൻ കാന ഖബ്ലക്കും. മുൻഗാമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി വിശാലത നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. പണ്ടത്തെ കല്യാണം ഇന്നത്തെ കല്യാണം എങ്ങനെയാണ്? പണ്ട് നമ്മൾ കഞ്ഞി വെച്ച് കഴിച്ചതും ഇന്ന് കഴിക്കുന്ന നമ്മൾ എങ്ങനെയാണ്? പണ്ടത്തെ വീടും ഇന്നത്തെ വീടും എങ്ങനെയാണ്? പണ്ടത്തെ ആൾബലവും ഇന്നത്തെ ആൾബലവും എങ്ങനെയാണ്? പണ്ടത്തെ വാഹനവും ഇന്നത്തെ വാഹനവും എങ്ങനെയാണ്? പണ്ട് ധരിച്ച വസ്ത്രവും ഇന്നത്തെ വസ്ത്രവും എങ്ങനെയാ? അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്നത്തുൻ വ ഇന്ന ഫിത്നത ഉമ്മി അൽമാൽ. എല്ലാ സമുദായത്തിനും ഫിത്നകൾ ഉണ്ടാകും. എന്റെ സമുദായത്തിന്റെ ഫിത്നയെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സമ്പത്താണ്, ഫുലൂസാണ്. ഈ ഫുലൂസിന് വേണ്ടിയിട്ടാണ്, ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകം മൊത്തവും ഇന്ന് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നത്. സമ്പത്ത്, പണം 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 കൊയ്തെടുക്കാൻ, പണം കൊയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് എന്ത് തെമ്മാടിത്തരവും എന്ത് അറുകൊലയും എന്ത് ഫസാദുകളും ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കുന്നത്. അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് അധികാരവും സമ്പത്തിനും വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും കമാ ബുസിതത് മൻ കാന ഖബ്ലക്കും ഫതനാഫസുഹാ കമാ തനാഫസുഹാ. അവർ അതിനു വേണ്ടിയിട്ട് മത്സരിക്കും, ഇത് കിട്ടുന്നത് വരെ മത്സരിക്കും, ഇതിനു വേണ്ടി പണിയെടുക്കും. അവസാനം അവരെ നശിപ്പിച്ചതുപോലെ അള്ളാഹു നിന്നെയും ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റും. കുറച്ചു നാൾ അള്ളാഹു തആല അടിച്ചു പൊളിക്കാൻ അഹങ്കാരം തരും. കുറച്ചു നാളെ നിനക്ക് അഹങ്കരിക്കാനുള്ള സംവിധാനം അള്ളാഹു തആല തരും. അതിനുവേണ്ടിയുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിനെ മറന്ന് ധിക്കരിച്ച് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, നീതി നിഷേധിക്കപ്പെട്ട്, കുഞ്ഞുമക്കളെ അറുകൊല്ല ചെയ്ത്, പാവപ്പെട്ടവരുടെ വീടുകൾ കൊന്നൊടുക്കി നശിപ്പിച്ച് തകർത്തെറിഞ്ഞിട്ട് ഭൂമിയിൽ അധികാരത്തിന്റെ ോടുകൂടി അപ്പക്കഷണത്തിന് വേണ്ടി യാചിച്ച് കസേരയിൽ ഇരുന്നിട്ട് ഭരണീയരായ പാവപ്പെട്ട സാധുക്കളെ കൊന്നൊടുക്കുമ്പോ ഓർത്തുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും വലിയൊരു വാക്കല്ല ഇത്. കുറച്ചുകൂടെ നീ അടിച്ചു പൊളിക്ക്, കുറച്ചുകൂടെ നീ അഹങ്കരിക്ക്, കുറച്ചുകൂടി നീ കൊന്നൊടുക്ക്, കുറച്ചുകൂടി നീ തകർത്തുകളെ, കുറച്ചുകൂടി മനുഷ്യനെ കൊല്ല്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ലോക ജനതയെ മുൾമുനയിൽ നിർത്തി പേടിപ്പിക്കും. വഴികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ഖുർആനാണ്. ഹത്താ ഇദാ ഫരിഹു. എടാ, നമ്മളെ ആരും കൈകാര്യം ചെയ്യാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവൂല, നമ്മൾ തന്നെ എല്ലാം ഞാൻ പറയുന്നത് പോലെ നടക്കുകയുള്ളൂ എന്ന് അവന്റെ മനസ്സിൽ ഒരു ഉൾവിളി വരുന്ന സമയത്ത്
ഫഅഖദ്നാഹും ബഗ്തതൻ, ഒറ്റ പിടി പിടിക്കും. ഫൈദാഹും മുബ്ലിസൂൻ, ഞങ്ങൾ നിരാശരായി പോയി. ഇത്രയും വലിയ ഐറ്റം നിന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ കുടുങ്ങിപ്പോയി, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടെത്തിക്കും. ഇത് പടച്ചവന്റെ തർത്തീബാണ്, അള്ളാഹുവിന്റെ തർത്തീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരേക്കും നീട്ടി കൊടുക്കും. ഉംലി ലഹും ഇന്ന കൈദി മതീൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അല്ലാഹ്. നമുക്ക് അല്ലാഹുവിനോട് പ്രോഗ്രാം ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയും എത്രയോ പേര് സാധുക്കളായ ആലിമീങ്ങൾ, സാധുക്കളായ നമസ്കാരക്കാർ, സാധുക്കളായ സഹോദരങ്ങൾ പടച്ചവനെ ഇത്ര ദുആ ചെയ്തിട്ട് നമ്മുടെ ദുആയ്ക്ക് ഒരു ഇജാബത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പോണ അല്ലാഹു തന്നെ ഉണ്ടോ എന്നുപോലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. 5 നേരം നമസ്കരിക്കുന്നവർക്ക് പോലും ഈ ദുആ ചെയ്തിട്ട് ഈ ദുആയ്ക്ക് ഇജാബത്ത് ഉത്തരം കിട്ടാതെ വന്നപ്പോ പടച്ചവനുണ്ടോ എന്ന് പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ നമ്മുടെ നാട്ടിൽ? എത്രത്തോളം എന്ന് വെച്ചാൽ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്. പ്രവാചകന്മാര് പോലും ചോദിച്ചു, കിടുകിട വിറപ്പിക്കപ്പെട്ട് സ്വന്തം നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് തന്തയില്ല തള്ളയില്ല മാതാപിതാക്കളെ കാണാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടി കുടിവെള്ളം പോലുമില്ലാതെ കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ വായുവില്ലാതെ വെള്ളമില്ല വെളിച്ചമില്ലാത്ത ഒരവസ്ഥയിൽ കിടുകിട വിറപ്പിക്കപ്പെട്ട ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകൻ പോലും ചോദിക്കേണ്ട ഒരവസ്ഥയിലെത്തി. ഉമ്മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം ഇനി എപ്പോഴാ പടച്ചോനെ? ഇനി എപ്പോഴാണ് അള്ളാഹുവേ? ഈ സാധുക്കളായ ജനങ്ങളെ ഞാൻ പറഞ്ഞു പിടിച്ചു നിർത്തി. അവര് വിറപ്പിക്കപ്പെടുകയാണ്. അവരുടെ മുന്നിൽ ഇതാ ശത്രു സൈന്യം പാഞ്ഞ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് പരിഹാരം? മത്താ നസ്റുല്ലാഹ്, പടച്ചവനെ ഇനി എപ്പോഴാണ് സഹായം? സബൂർ, ആ വാക്കാണ് നമുക്ക് വേണ്ടത്. അലാ എന്ന് പറയുമ്പോ അറിഞ്ഞോ, നിങ്ങൾ സബൂറാക്ക്. ഇന്ന നസ്റല്ലാഹി ഖരീബ്, വരൂ, ഉടനെ എത്തിട്ടോ, ഉടനെ എത്തും. നിങ്ങൾ ധൃതി പിടിക്കരുത്. ഇന്ന് ദുആ ചെയ്ത് നാളെ നിങ്ങളുടെ കാര്യം നടക്കണമെന്ന് നിങ്ങൾ ധൃതി പിടിക്കരുത്. സബൂർ. നിങ്ങളുടെ കണ്ണിനെ കുളിർമയാക്കും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകും. നിങ്ങൾ സബൂറാക്കണം. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ക്ഷമിച്ച് നിൽക്ക്, നിങ്ങൾ വിജയിക്കും എന്ന് അല്ലാഹല്ലേ പറഞ്ഞത്. സദഖല്ലാ എന്നൊക്കെ നമ്മൾ പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വാക്കല്ലേ അത്? അല്ലാഹുവിന്റെ വാക്കാണത്, പടച്ചവൻ പറയുന്ന വാക്കാണത്. സദഖല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ? നമ്മൾ ദുആ ചെയ്യേണ്ടതാണ് അല്ലാഹുവിനോട്. അല്ലാഹ് തന്നെ പറഞ്ഞ വാക്കല്ലേ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ പറയുന്നു, ഉദ്ഊനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യ്, അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, ഈ ദുആ ചെയ്തിട്ട് ഇജാബത്ത് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ജനങ്ങൾ പറയുന്നല്ലോ. അല്ലാഹ് എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? പറയൂ, ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. അവരുടെ ദുആക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പൊട്ടനും ചെട്ടിയൊന്നും അല്ല, ഞാൻ ദുആ കേൾക്കുന്നുണ്ട്. സബൂറാക്കാൻ പറയ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ ക്ഷമയെ അവലംബിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വിധി വരും, വിധി വരാതിരിക്കൂല, ഉറപ്പാണ്. പരിശുദ്ധ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ ജൂതനസ്രാണികളെ അള്ളാഹു കൈകാര്യം ചെയ്ത ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബൂറാക്ക്. പടച്ചവൻ നിങ്ങളുടെ കണ്ണ് കുളിർമയാക്കിക്കാതെ ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കൂല. സബൂറാക്ക്. പടച്ചവൻ പറഞ്ഞ വാക്കല്ലേ ഇതൊക്കെ? നമ്മളൊക്കെ ചിന്തിക്കണം, ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ ആധിപത്യം അല്ലാഹു തആല നൽകും, പക്ഷെ അഹങ്കാരം കൂടുമ്പം കുറച്ചുകൂടെ അല്ലാഹു വിശാലത കൊടുക്കും. അപ്പൊ അവൻ ഓർത്തുകൊള്ളണം, എന്നെ പിടിക്കാനോ എനിക്ക് ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുന്നത് എന്ന് ചിന്തിച്ചോണം. അവസാനം അല്ലാഹു തആല ഒറ്റപ്പിടി അവനെ പിടിക്കും. ഫൈദാഹും മുബ്ലിസൂൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നഹാ സയകൂനു ഫിത്നത്തുൻ, ഒരു കാലം വരും അന്ന് ഫിത്ന ഉണ്ടായിരിക്കും, ഫസാദ് ഉണ്ടാകും, ഭൂമിയില് ആകെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ?
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് എല്ലാത്തിനും പരിഹാര മാർഗം അല്ലാഹുവിന്റെ കലാമാണ്. ആ വിശുദ്ധ ഗ്രന്ഥം ഫീഹി നബഉ മാ ഖബ്ലകും, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അതിൽ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖബറു മാ ബഅദകും, ഇനി നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. വഹിയൽ ഫസ്ൽ വഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ, അത് കളിയല്ല, അത് ചതിവല്ല, അത് കളവല്ല, അത് കെട്ടുകഥയല്ല, അത് വ്യാജവാർത്തയല്ല, അത് സത്യമാണ്, അത് സത്യം തന്നെയാണ്, ഉറച്ച സത്യം. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത പിടിമുറുക്കോട് കൂടിയുള്ള വടമാണ്, കയറാണത്, ഒരിക്കലും അത് പൊട്ടിപ്പോവുകയില്ല. ഇതല്ലാത്ത ഒരു വഴി, ഈ ഖുർആനിന്റെ വഴികളിലൂടെ അല്ലാത്ത ഒരു വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അള്ളാഹുല്ലാ, നിങ്ങൾ പിഴച്ചത് തന്നെയാണ്. വമൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിന്നെ കൈകാര്യം ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. വഖലൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബ് ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. തുടക്കകാലം മുതലേ ഈ ജൂതന്മാർ ഫസാദിന്റെ അഹ്ലുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് 40ഓളം വരുന്ന പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ്. ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹ്ലുകാരായി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് ഇവിടെ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, 2 പ്രാവശ്യം നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങളുടെ അധികാരവും ആയുധങ്ങളും കൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഔന്നത്യം നിങ്ങൾ നടിക്കും. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കുകയാണ്, വലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. അതിനുശേഷം ഒരു വിഭാഗത്തെ അല്ലാഹു ഈ ജൂത കൂടാരത്തിലൂടെ കൊണ്ട് കറക്കി നടത്തിയിട്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് പല പല രാജാക്കന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജൂതവർഗത്തെ മുഴുവനും, ഈ സയനിസ്റ്റ് വർഗത്തെ മുഴുവനും കൈകാര്യം ചെയ്ത ചരിത്രം സൂറത്ത് ബനി ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും അവർ പാഠം പഠിക്കൂല എന്നുള്ളതാണ്.